ഹായ് ഓൾ, ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഒരു റിമോട്ട് കൺട്രോൾ ബോട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. റിമോട്ട് കൺട്രോൾ ബോട്ടിൽ തന്നെ 2 തരത്തിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ആദ്യത്തെ ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ബോട്ടാണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഡൽ ബോട്ടാണ്. അപ്പോൾ സെയിം ബോട്ട് തന്നെ ട്രാൻസ്ഫോം ചെയ്ത് പെഡൽ ബോട്ടാക്കിയിരിക്കുകയാണ്. ആദ്യം എയർ ബോട്ട് ചെയ്ത് പിന്നെ പെഡൽ ബോട്ടായിരിക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ എയർ ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടത് നമ്മുടെ DC മോട്ടറിൽ ഫിക്സ് ചെയ്യാനുള്ള ഫാനിൻ്റെ ലീഫാണ്. അത് നമുക്ക് ഇവിടെ ഒരു GA ഷീറ്റിൽ നിന്ന് കനം കുറഞ്ഞൊരു GA ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്ത് ഫാനിൻ്റെ ലീഫ് ഉണ്ടാക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു തെർമോക്കോൾ വെച്ചിട്ടാണ് ഞാൻ ഈ ബോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് വേണ്ട ഷേപ്പ് കട്ട് ചെയ്ത് എടുത്തിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കണം. നമുക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ട് നമ്മൾ അതൊന്ന് അതിൻ്റെ ഏകദേശം ഷേപ്പിൽ നമ്മൾ വെച്ച് ഒട്ടിച്ചിട്ട് കറക്റ്റ് ഷേപ്പും എഡ്ജൊക്കെ നമുക്ക് റൗണ്ടായിട്ട് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് സാൻഡ് പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് തെർമോക്കോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സാൻഡ് പേപ്പർ വെച്ചിട്ട് പതുക്കെ അത് നല്ലൊരു ഷേപ്പിൽ ബോട്ടിൻ്റെ ഷേപ്പിലാക്കി എടുക്കുകയാണ്. എക്സ്ട്രാ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ തെർമോക്കോൾ വെച്ച് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതിലിപ്പോൾ നോക്കിയാൽ കാണാം, ബോട്ടിൻ്റെ ബാക്കിൽ ഞാൻ മോട്ടറിലെ ഫാൻ വെച്ച് ലീഫും വെച്ച് ഫാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് സിലിക്കോൺ വെച്ചിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. ഈ മോട്ടറെല്ലാം ഞാൻ വാട്ടർ പ്രൂഫ് ആക്കിയിട്ടുണ്ട്. ആ വാട്ടർ പ്രൂഫ് ആക്കുന്നത് എങ്ങനെയാണെന്നുള്ള ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാവും. ഈ ബോട്ടിൻ്റെ താഴെ ഞാനൊരു ഡയറക്ഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു രണ്ടാമത്തെ മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ മോട്ടർ ഞാൻ വാട്ടർ പ്രൂഫ് ആക്കിയിട്ടുണ്ട്. അത് താഴേക്ക് വെച്ചേക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യണ വഴി നമുക്ക് ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സർക്യൂട്ട്, റിസീവർ സർക്യൂട്ട്, ബാറ്ററി എല്ലാം കൂടി ഇടാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിലാണ് ഞാൻ ചെറിയൊരു ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലി ബോട്ടിൽ എല്ലാ സർക്യൂട്ടും വാട്ടർ പ്രൂഫായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഉള്ളിലേക്ക് കയറിയാലും അല്ലെങ്കിൽ വെള്ളം തെറിച്ചാലും ഒന്നും നമ്മുടെ ബോട്ടിന് ഒന്നും പറ്റുന്നില്ല. അപ്പോൾ വേണ്ട ഡയറക്ഷൻ ലെഫ്റ്റും റൈറ്റും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നത്, ബോട്ട് നേരെ സ്ട്രൈറ്റ് ഡയറക്ഷനിലല്ല പോണേ, അത് ചെറുതായി വളഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്ട്രാ ബാക്കിൽ ഒരു എക്സ്ട്രാ ഫിറ്റിങ് ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ ഫാനിൽ നിന്ന് ഉണ്ടാകുന്ന ഫോഴ്സില്ല, ആ എയർ ഉണ്ടാകുന്ന ഫോഴ്സിനെ നമ്മൾ ഈക്വലായിട്ട് 2 സൈഡിലേക്കും ഡിവൈഡ് ചെയ്ത് വിടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കിൽ എക്സ്ട്രാ ഒരു ഡിവൈഡർ വയ്ക്കേണ്ടി വരും. ഡിവൈഡർ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പഴയ ATM കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കാർഡ് എടുക്കുക. ആ കാർഡ് എടുത്തിട്ട് അതിൽ ഇതുപോലെ 2 ഹോൾ ഇട്ടിട്ട് ഒരു ചെമ്പ് കമ്പിയോ അല്ലെങ്കിൽ സാധാ ഒരു കമ്പി വെച്ചിട്ട്, തിരി ഉറപ്പുള്ള കമ്പി വെച്ചിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. ബോട്ടിൻ്റെ ബാക്കിൽ നമുക്ക് കുത്തി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഫാനിൽ നിന്ന് വരുന്ന കാറ്റ് കറക്റ്റായിട്ട് നമുക്ക് 2 സൈഡിലേക്ക് ഈക്വലായി ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ ബോട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് മുന്നോട്ട് പൊക്കോളും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലിൽ പരീക്ഷിച്ച് നോക്കാം. ബോട്ട് സ്ട്രൈറ്റ് തന്നെ പോകുന്നുണ്ട്, ഡയറക്ഷൻ കൺട്രോൾ ശരിയാവുന്നുണ്ട്. ഇനി നമുക്ക് പുറത്ത് ബീച്ചിലൊന്ന് പോയിട്ട് പരീക്ഷിച്ച് നോക്കാം. നമ്മുടെ ബോട്ട് എത്ര ദൂരത്തേക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്, എത്ര സ്പീഡിൽ പോകുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് പോയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ട് പരീക്ഷിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മളത് ബാറ്ററിയും നമ്മുടെ സർക്യൂട്ടൊക്കെ ഇവിടെ ഒരു കുപ്പിയിലാക്കി ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓടിക്കാൻ പോവാണ്. ഇവിടെ നമ്മളിത് ടൈറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടൊരു തെർമോക്കോൾ വെച്ച് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഡയറക്ഷൻ നമ്മൾ സ്ട്രൈറ്റ് പോകാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന സാധനം. ഇത് കറക്റ്റായി ഡിവൈഡ് ചെയ്ത് വണ്ടി സ്ട്രൈറ്റ് പോകുന്ന നോക്കാം. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഈ സെയിം ബോട്ട് തന്നെ പെഡൽ ബോട്ടാക്കി മാറ്റാൻ ഞാൻ നമ്മുടെ മോട്ടർ എടുത്ത സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതിലൊരു പെഡലും വെച്ച് കൊടുത്തേക്കാണ്.
എയർ ബോട്ട് ചെയ്തപ്പോൾ നമുക്ക് കടലിൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് ട്രാൻസ്ഫോം ചെയ്തിട്ട് പെഡൽ ബോട്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി നമുക്ക് പെഡൽ ബോട്ട് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, നമുക്ക് ഭാഗ്യമുണ്ട്. നമ്മുടെ ബോട്ടിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതേ ഒറിജിനൽ ബോട്ട് സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബോട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കൂടെ പിന്നെയും കാണാം. കുഡോസ് ടു ഓൾ.